ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി മുട്ടക്കറി തയ്യാറാക്കാം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരല്പം കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, അതിനകത്തേക്ക് ഈ മുട്ടയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ അതേ പാനിലേക്ക് അല്പം എണ്ണ കൂടി ചേർത്ത് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് വഴറ്റുന്നതിന് ശേഷം അതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴന്നു വരാൻ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുമിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചൊരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് ഇതിലേക്ക് ഒരു പച്ചമുളകും ഒരു 5 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റി സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരുന്നിടം വരെ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഇതേ സമയം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഉള്ളിയൊക്കെ ഏകദേശം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും. ഇത് ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ചെറുതായി അരിഞ്ഞ ഒരു പഴുത്ത തക്കാളി കൂടി ചേർത്ത് വീണ്ടും ഇത് അല്പനേരം അടച്ചു വയ്ക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്ന ഇതേ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. പച്ചവെള്ളം ഒഴിക്കരുത്, കറികളുടെ രുചി നഷ്ടപ്പെടും. ഏത് സമയം നമ്മളിങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. കറിയെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് ഒരല്പം ഗരം മസാലയും അല്പം കുരുമുളക് പൊടിയും ഇതിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷായ കറിവേപ്പിലയും. ഈ പഞ്ചസാര ചേർക്കുന്നത് കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകും. അതിൻ്റെ എരിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഒരു നുള്ള് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് കുറുകി വരുന്ന സമയം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു. അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണം. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്കൂടെ ഈ വീഡിയോസൊക്കെ ഒന്ന് എത്തിച്ചേക്കണം. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.